നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 3 ആണ്. ഇന്നലെയൊക്കെ നടന്ന് ടയേർഡായിട്ട് ആകെ പാടെ ബുദ്ധിമുട്ടായി. കാലൊന്നും അനക്കാൻ തന്നെ പറ്റുന്നില്ല, അത്രയ്ക്ക് വേദനയാണ്. അപ്പം ഇന്നലെ കാശി ടെമ്പിളെ കണ്ടിട്ടില്ല. ആക്ച്വലി നമ്മുടെ സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പം നല്ല തിരക്കാന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്പലത്തിനകത്തൊന്നും കയറാൻ പറ്റില്ല. അപ്പം ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടില്ലേ, കാശി ടെമ്പിളിൽ കയറിയിട്ടില്ലായിരുന്നു, നേപ്പാൾ ടെമ്പിളിലും കയറിയിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പം നമ്മൾ കാശി ടെമ്പിളിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഒരു കടയിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഫുഡും കൂടെ കഴിച്ചിട്ട് ആ വഴിക്ക് പോകാമെന്ന് വെച്ചു. നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്ററാണ് കാശി ടെമ്പിളിലേക്ക് റോഡ് ബൈ റോഡ് നടക്കാനുള്ളത്. നമുക്ക് ചാട്ടിക്കട നടക്കാനുണ്ട്, പക്ഷേ അതിലേക്കടെ പോയില്ലേ. കുറേ ദിവസമായിട്ട് അതിലേക്കടെ തന്നെ അല്ലായിരുന്നു. ഇന്ന് റോട്ടിക്കട നടന്ന് പോകാമെന്ന് വെച്ചു. ഇവിടെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വൈകുന്നേരം നല്ല രസമാണ് കാണാൻ വേണ്ടി, ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം നമ്മൾ ഇച്ചിരി നേരത്തെ പോവാം. ക്ലൈമറ്റ് ചൂടാണ് കേട്ടോ, ചൂടൊന്നും മാറിയിട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലൈമറ്റും ഉണ്ട്. ഓ മടുത്തു ഞാൻ. ഫുള്ളിലെ റോഡ് ഇങ്ങനെ ഫുള്ള് കൺജസ്റ്റഡാ, ആൾക്കാരും റിക്ഷാസും, നടക്കാനും പറ്റില്ല, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഹോട്ടലിൽ എത്തിയിട്ട് കാണാം കേട്ടോ. അതിനു മുന്നേ നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. ഞങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അസിഘട്ടിൽ ഗംഗാരത്തി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് ബാക്കി കാണാവേ. ഓൾഡ് ബിൽഡിങ്സ് ആട്ടോ, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ ഇത് ഓരോ ഹട്ടുകൾ ഇങ്ങനെ പോകും കണ്ടോ. റിക്ഷ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്ററാണ് കാശി ടെമ്പിളിലേക്കുള്ളത്. അപ്പോൾ കഴിച്ചില്ലായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് പോയി. അവിടെ ഹോട്ടൽ തുറന്നിട്ടില്ല, അപ്പോൾ വേറെ ഹോട്ടലിൽ നോക്കി പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നതാണ്. മുനിസ്വാമിമാർ ഇവിടെ നിറച്ചും ഓട്ടോറിക്ഷയും ഇതുപോലത്തെ ടുക് പോലത്തെ വണ്ടീസുമാണ്. അപ്പം ഭയങ്കര ഇവിടെ ബസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, ബസ് കുറവാന്നാ തോന്നുന്നത്. സൈക്കിൾ റിക്ഷയുണ്ട്, ഇതുപോലത്തെ ടുക് പോലത്തെ ഉണ്ട്, സാധാ ഓട്ടോറിക്ഷയുണ്ട്. പിന്നെ എല്ലാവരും റീൽസിൽ പറയുന്നത് പോലെ ഒട്ടും വൃത്തിയില്ല കേട്ടോ, ഭയങ്കര വൃത്തിക്കുറവാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരിങ്ങനെ നടന്നപ്പോൾ റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഏതോ വണ്ടി വന്ന് ഇങ്ങോട്ട് ഇടിച്ച്. അപ്പോൾ അവരവിടെ നിന്ന് എന്തോ പറഞ്ഞു. അപ്പോൾ പോലീസുകാർ പറയാന്നേ, നിങ്ങളുടെ ഭാഗത്തൊക്കെ കുറ്റം, നിങ്ങൾ റോട്ടിൽ കിടന്ന് നടക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ.
കോമഡിയാണ് ഇവിടുത്തെ ആൾക്കാർ. ഞാനിവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാല് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കൂടെയുള്ളവർ സ്പീഡിൽ പോകണോണ്ട് ഞാൻ പിന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. കാരണം എന്നെ വെയിറ്റ് ചെയ്ത് എൻ്റെ കാലും കൈയൊക്കെ വേദന എടുത്തിട്ട് അവർ എൻ്റെ കൂടെ നിന്ന് പതുക്കെ പോവുക. അപ്പോൾ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചു. പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം അവരവിടെ ഇവിടെയും ചെന്നിട്ട് കഴിച്ചോളാം. ഞാനൊരു ഹോട്ടലിൽ കയറിയിട്ടോ, ഒരു റെസ്റ്റോറൻറ്റ്. കാലൊക്കെ നല്ല വേദനയായിട്ടിരിക്കുക. എണ്ണം റെസ്റ്റോറൻറ്റ് പ്യുവർ വെജാണ്. ഇവിടെ മൊത്തം വെജേ കിട്ടത്തുള്ളൂ. ഇവിടുത്തെ ലോക്കൽ ഫുഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. ഒന്നിലും വൃത്തിയില്ല, ഭക്ഷണം നല്ലതല്ല. നമ്മൾ ഇന്നലെ ഓർഡർ ചെയ്ത ഫുഡാണെങ്കിൽ പോലും എനിക്ക് ചോറിൻ്റെ ഒരു കറിയുടെ കൂട്ടത്തിൽ മറ്റേ മീൽ സൈഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ എനിക്കുണ്ടല്ലോ ഇത് കിട്ടി, മുടി കിട്ടി. അതോടുകൂടി വെറുത്ത് ഫുഡ് കഴിക്കും. ഇങ്ങനെ ലോക്കൽ കടയിൽ നിന്ന് കയറി കഴിക്കുന്നത്. ലോക്കലിൽ ഇച്ചിരി ഇതുണ്ടായിരുന്നു മുടി കിട്ടി. അതോടുകൂടി ഞാൻ ആ കറി ഇതൊക്കെ വേണ്ടെന്ന് വെച്ചു. ഇപ്പം ഇവിടെ നിന്ന് ഞാൻ ആലു പൊറോട്ടയാണ് ഓർഡർ ചെയ്തേക്കണത്. പക്ഷേ ഇതിനെല്ലാതും നല്ല കത്തിയാട്ടോ. മിനറൽ വാട്ടറിനടക്കം 30 രൂപ, ഒരു ചായക്ക് 20 രൂപ, ഒരു കോഫിക്ക് 59 രൂപ. പിന്നെ ആലു പൊറോട്ട എത്രയായിരുന്നു? 180 രൂപ. അങ്ങനെയൊക്കെ നല്ല കത്തി. വാരണാസിയിൽ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഇങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥലത്ത് കയറിയാൽ വരും. ഇവിടെയൊക്കെ ക്ലീനാണ്. കിച്ചൺ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഇന്നലെ കയറിയ സ്ഥലത്ത് ഭയങ്കര കിച്ചൺ ഭയങ്കര ബാഡായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, സ്റ്റാൻഡേർഡാണ്. ഇവിടുന്ന് ഒരു ഞാൻ നോക്കിയില്ല, ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടുന്ന് ഇനി ഒരു കിലോമീറ്റർ 1 കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് കാശി ടെമ്പിളിലേക്ക്. അവിടെ നല്ല ക്യൂ ആണ്. അവന്മാർ അവിടെ എത്തിയിട്ടുണ്ടാവും. ക്യൂ ആണെന്ന് പറയുന്നുണ്ട്. നല്ല തിരക്കാണ്. അപ്പം അകത്ത് ഫോണിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. ഫോണ് നമ്മൾ അവിടെ ഒരു ഇതുണ്ട്, കൗണ്ടറുണ്ട്. കൗണ്ടറിൽ വെച്ചിട്ട് വേണം കാശി ടെമ്പിളും നേപ്പാൾ ടെമ്പിളും വിസിറ്റ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. അകത്ത് കയറി കാണാമെന്നുള്ളത് മാത്രമല്ല. ഞാൻ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ബാക്കി ഫോൺ അവിടെ കൊണ്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് എൻ്റെ ഫുഡ് വന്നിട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ആലു പൊറോട്ട, കേർഡ്, 2 മുളക്, അച്ചാർ. കഴിച്ചു നോക്കട്ടെ. കേരളം വിട്ട് വന്നാൽ ഏറ്റവും കൂടുതൽ കഴിക്കണേ ഇവിടെ വെജല്ലേ ഫുള്ളൊന്നും. ഇങ്ങനെ ഈ ആലു പൊറോട്ട മാത്രമേ കഴിക്കത്തുള്ളൂ. കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര എരിവ്. കൊള്ളാം. ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചേരുന്ന ടെമ്പിളിലേക്ക് പോകുന്ന വഴി ഇതാണ്. നല്ല തിരക്കായി. ഇന്ന് സീസൺ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട്. ഒരു വഴിയും എൻട്രി ഒരു വഴിയും. ഇവിടെയാണ് ഫുള്ള് സാരി മാർക്കറ്റാണ് കേട്ടോ. ഇത് മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെയാണ് നടന്നു പോകുന്നത്. ഹോൾസെയിൽ സാരി ഇവിടുത്തെ വാരണാസി ബനാറസ് സിൽക്കൊക്കെ ഇവിടെ കിട്ടും. 400 രൂപ മുതലൊക്കെ ഉണ്ട് കേട്ടോ. 100 രൂപയൊക്കെ ഇന്നലെ പറയുന്നത് കേട്ടായിരുന്നു. ഭയങ്കര തിരക്കാണ്ടോ. അയ്യോ, ഒരു അഗോരി വരുന്ന ഒരു അഗോരി കാണിച്ചു തരാം. നല്ല തിരക്കാട്ടോ. കാരണം ഇന്ന് 14-ാം തീയതി, നാളെ 15-ാം തീയതി.
സോ ദിവാലി ആയതുകൊണ്ട് തന്നെ ഇന്നും നാളെ എല്ലാ സാധനത്തിനൊക്കെ ഭയങ്കര വിലയായിരിക്കും. ഓട്ടോറിക്ഷയ്ക്ക് ചാർജ് കൂടുതലായിരിക്കും, ബോട്ട് റൈഡിങ്ങിന് പൈസ കൂടുതലായിരിക്കും, എല്ലാം നല്ല കത്തിയായിരിക്കും. പിന്നെ ഈ കാണുന്ന നമുക്ക് അമ്പലത്തിലേക്കൊന്നും കയറാൻ ചാൻസ് കുറവാണ്, കാരണം അമ്പലത്തിനകത്ത് നല്ല ക്യൂ നിന്ന് കയറേണ്ടി വരും. അതുകൊണ്ട് കേരളുണ്ടാവില്ലായിരിക്കും ഒരു പക്ഷേ. ഇതിലെ നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഗംഗാഘട്ടിലേക്കാണ് പോണത് ഇതിലെ. അപ്പൊ നമ്മള് ഇപ്പൊ കാശിയിലേക്കാണ് പോണത്. അപ്പൊ കാശിയിലേക്ക് ഇതിലേയും പോവാം. ഇവിടെ ഒരു ഘട്ടുണ്ട്, അതിലേക്ക് ഈ കാണുന്ന ഘട്ടിക്കടെ പോവാന്നാണ് പറഞ്ഞത്. നോക്കട്ടെ ട്ടാ, തിരക്കാണ് പക്ഷെ. ഘട്ടിക്കടെ പോയിക്കൊണ്ടിരിക്കും. जमा कर लीजिए, फ्री लॉकर है। ഫ്രീ ലോക്കർ ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് മറ്റേ അമ്പലത്തിലേക്ക് ഇടാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരും അല്ലേ? കുറേ നടന്ന് ഇങ്ങ് വന്നപ്പോഴത്തേക്കും നമ്മുടെ കൂടെ നിന്ന് വഴി തെറ്റിപ്പോയ ഒരു പയ്യനുണ്ടായിരുന്നു കേട്ടോ. അവനെ കിട്ടി. വേറെ ആരും ഇല്ലായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോവാണ്, പക്ഷെ ആരെയും കാണാൻ പറ്റില്ല. എല്ലാവരും അമ്പലത്തിനകത്ത് കയറിയെന്നാണ് ഇവൻ പറയുന്നത്. ഇവൻ മുസ്ലിം കുട്ടിയാണ്. അപ്പം അവന് അമ്പലത്തിനകത്ത് കയറിയിട്ടില്ല. ബാക്കിയുള്ള രണ്ടുപേരും എല്ലാവരും കൂടെ കയറിയെന്നാണ് പറഞ്ഞത്. ഇവൻ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതിലേക്കടെ വരുന്നുണ്ട്. പിന്നെ അവനെയും കൂട്ടിക്കൊണ്ട് നടന്നു കുറച്ചു നേരം. ഭയങ്കര ക്യൂ ആയിരുന്നേ. അപ്പം ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഇന്നലെ വന്ന സ്ഥലത്തൂടെ തന്നെ അവർ കറക്കി വിട്ടു. ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ എന്തായാലും നടക്കൂല, കാരണം അത്രയ്ക്ക് ക്യൂ ആണ്. ക്യൂ നിന്നിട്ട് കയറാനുള്ള ഒരു ക്ഷമയൊന്നും എനിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു വെയില്. അപ്പം ഞാൻ വിചാരിച്ചു അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാണ്ട് പുറത്തൂടെ നടന്ന് കാണാമെന്ന്. നടക്കൂല, കാരണം ഈ തിരക്കും ഈ വെയിലത്തും എന്നെ കൊണ്ട് നടക്കൂല. ഞാൻ പുറത്തുള്ള വ്യൂസ് കാണിച്ചു തരാം കേട്ടോ. കാശി ഇവിടെ വരെ വന്നിട്ട് കാശി ടെമ്പിളിൽ കയറാതെ പോകുന്ന മോശമാണെന്ന് എനിക്ക് അറിയാമെങ്കിലും നല്ല തിരക്കാണ്. ഒരു ദിവസം പിന്നെ ഒരു പ്രാവശ്യം വരാം. ദിവാലി ഒന്നും അല്ലാത്ത സമയത്ത്, ഫെസ്റ്റിവൽ സീസൺ അല്ലാത്ത സമയത്ത് വരാം, അതായിരിക്കും ബെറ്റർ. ഇതെന്താ പട്ടി ചത്ത് കിടക്കാണ്, ഇങ്ങനെ വായും പൊളിച്ചു കിടക്കണം. എങ്ങനെ ഈ വെയിലത്ത് ഇത് കിടക്കണ ദൈവമേ. ഇന്നലെ വന്ന സ്ഥലം തന്നെയാ. കണ്ടോ, ആ ബോട്ടിന്റെ പുറകെ പോവാണ് അവരെന്തോ ഫുഡ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഞാൻ തോന്നുന്നു. കണ്ടോ, ഇന്നലെ വന്നപ്പോൾ ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്നത്തെ തിരക്ക് കണ്ടോ നിങ്ങള്? കാരണം ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇവിടെ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടാണ്. വീണ്ടും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മറ്റേ കാശി ടെമ്പിളും നേപ്പാൾ ടെമ്പിളും. നല്ല തിരക്ക് കാരണം അകത്ത് കയറാൻ പറ്റില്ല എന്ന് ഉള്ള വിശ്വാസത്തിൽ ടെമ്പിളിൻ്റെ സൈഡിൽ പോയിട്ട് അവിടെയുള്ള വ്യൂ ഒക്കെ കാണാമെന്ന് വിചാരിച്ചു. ഇവിടെയാണ് ബാഗേജും ചെരുപ്പും ഒക്കെ ലോക്കർ ചെയ്യാനുള്ള സ്ഥലമുള്ളത്. അവിടെ ഫ്രീ ലോക്കറാണ്, നമുക്ക് വേണമെങ്കിൽ അവിടെ വെക്കാം. ഞങ്ങൾ വച്ചിട്ടില്ല കേട്ടോ. ഞാൻ വച്ചില്ല, അവന്മാർ വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, അവിടെയാണ് കാശി ടെമ്പിള്, ഇവിടെ നേപ്പാൾ ടെമ്പിള്. അപ്പം ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഞാൻ ദർശനം ചെയ്യാൻ പോകുന്നില്ല. ഞാനാണെങ്കിൽ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്ക് അകത്ത് കയറി ദർശനം ചെയ്യാനുള്ള സമയത്തിൻ്റെ എല്ലാം മടുത്തു. ഞാൻ ഭയങ്കര ടയേർഡാണ്. 2-3 ദിവസമായിട്ട് നടത്തം തന്നെയല്ലേ, അതുകൊണ്ട് നല്ല ടയേർഡാണ്. ഇതുപോലെ ചെറിയ ചെറിയ ഗോപുരമുണ്ട്. ആ കാണുന്ന നേപ്പാൾ ടെമ്പിൾ കേട്ടോ.
ഈ മേളിൽ നിന്നുള്ള വ്യൂ ആണിത്. ആ പോയത് മലയാളീസാന്ന് തോന്നുന്നു. ഞാനേ ഇവിടെ കുറച്ച് മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ നടന്നപ്പോൾ ഞാൻ സംസാരിക്കുന്ന കേട്ടപ്പോൾ അവർ തിരിഞ്ഞു നോക്കണു. അപ്പോഴേ മനസ്സിലായി. നേപ്പാൾ ടെമ്പിളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വഴി കൂടെ വേ മന്തർ ഇതിലേ പോകാം എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇനി എങ്ങോട്ടാണോ എന്തോ. ഇവിടുത്തെ പോലീസുകാരാട്ടോ. ഇവിടുത്തെ പോലീസുകാരൊക്കെ അടിപൊളിയാട്ടോ. നമ്മളോട് ഭയങ്കര ഒരു സംസാരമൊക്കെയാണേ. ഇവിടുത്തെ എല്ലാവരും നല്ല കോപ്പറേറ്റീവാണ്. പോലീസുകാരും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക. ഇവിടെ നിന്നാണ് വന്നത്, എന്താണ് ഇതാണോ നേപ്പാൾ ടെമ്പിൾ. ഞാനിങ്ങനെ നടക്കുന്നില്ല ഇങ്ങോട്ടൊക്കെ, ഇങ്ങോട്ടൊന്നുമില്ലാതെ. ഇതാന്ന് തോന്നുന്നു. അയ്യോ പോലീസിന്റെ ചിരി നോക്കി. ഇതിലെയാണോ നേപ്പാൾ ടെമ്പിൾ? സാമനെ. ഇവിടെ ഫുള്ള് സെക്യൂരിറ്റീസ്, സോറി പോലീസ്. നേപ്പാൾ ടെമ്പിൾ സീതാ. ഓക്കെ. എൻ്റെ സീതയൊന്നും ഇവിടെ വില പോയില്ല. പഴയ ബിൽഡിംഗ് ആട്ടോ ഇവിടെ മൊത്തം ഉള്ളത്. ഫുള്ള് ഇടിഞ്ഞു വീഴുമോ എന്തോ. നല്ല രസമാണ് പക്ഷെ. ഓ 3 മണിക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഇവിടെ നിന്നപ്പോഴത്തേക്കും അവർ ഓപ്പൺ ചെയ്ത് തന്നു. ഭയങ്കര അടിപൊളിയാട്ടോ ഇത് കാണാൻ വേണ്ടിട്ട്. നോക്കൂ, പെട്ടെന്ന് സ്റ്റോപ്പ്. സോ ഫാസ്റ്റ് റൈറ്റ്. നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള 2 കുട്ടികളാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടത്. അവർക്ക് എന്നോട് മലയാളത്തിൽ കേരളത്തിലെ എന്തെങ്കിലും കേസേവോ, അതായത് സുഖമാണോ എന്നുള്ളത്, എങ്ങനെയുണ്ട് വിശേഷം, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കണം എന്നാണ്. സോ ഹൗ യു മീൻസ് മലയാളം സുഖമാണോ? 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 യാ. ആൻഡ് ഖനകയത ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? യാ, ഗുഡ്. What we call നാരിയൽ പാനി. നാരിയൽ പാനി, തേങ്ങാവെള്ളം. തേങ്ങാവെള്ളം. തേങ്ങ വെള്ളം. ഇറ്റ്സ് പാനി മീൻസ് വെള്ളം. പാനി വെള്ളം, വാട്ടർ വെള്ളം. Then what? How is Rajasthan? It's your place, right? Rajasthan. How is the place? It's beautiful. It's very royal and cultural rich. So there are many forts and Traditional costume is there, right? yeah, the Rajputi Poshak. Yes. And Rajasthan is. ഞാൻ ഈ ടിബറ്റ് അല്ല, ഇതെന്താ നേപ്പാൾ ടെമ്പിൾ വിസിറ്റ് ചെയ്തു കേട്ടോ. കാണാൻ പെട്ടെന്നൊന്നും പറ്റില്ല. 3 മണിക്കേ തുറക്കുള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് വന്നതുകൊണ്ട് അവർ സമ്മതിച്ചു. ഒരു പോലീസുകാരൻ്റെ അടുത്ത് ഞാനേ കാശി ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചു കേട്ടോ. അപ്പം എന്നോട് പറയാം, ഗോ സ്ട്രേറ്റ് ആൻഡ് 500 മീറ്റർ യൂ ടേൺ. ഞാൻ കാരണമല്ലോ സെറി പോകുന്നത്. ആ കാണുന്നതും ക്യൂ. ഇവിടെ എവിടെ തിരിഞ്ഞാലും ക്യൂ മാത്രമേ ഉള്ളൂ. അയ്യോ, വ്യാസഭവൻ. വേസ്റ്റ് കുപ്പി ഇവിടെയൊക്കെ ഇടും. ചിലവർ ഈ റോട്ടിൽ വലിച്ചെറിയും. ഇതാണ് കാശി വിശ്വനാഥ് ടെമ്പിൾ. ഈ ടെമ്പിളിൻ്റെ അകത്ത് കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. മനസ്സിലായോ? ലൈനിൽ പോവാൻ. കാശി ടെമ്പിളിൻ്റെ ഒരു ഗേറ്റിലേക്ക് പോകാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ 4 ഗേറ്റ്, 4-5 ഗേറ്റ് എങ്ങാണ്ടുണ്ട്. അതിൽ സെക്കൻഡ് ഗേറ്റ് ഐ തിങ്ക്, എനിക്കറിയത്തില്ല, ഞാൻ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ആ ഗേറ്റിലേക്ക് പോകാനുള്ള ക്യൂ ഇവിടം വരെ ഉണ്ട്. ഇവിടുന്ന്
ഒത്തിരി നടക്കാനുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഓരോ സ്ഥലത്തൂടെ നല്ല തിരക്കുണ്ട്. ഇവിടെയാണെന്ന് തോന്നുന്നു പിന്നെയും കുറച്ച് കുറവ്. പിന്നെ ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ബിൽഡിങ് നല്ല പുതിയതാണ്, നല്ല രസമുണ്ട്. ഇതുണ്ടോ കുറേ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഇട്ട കുറേ ആൾക്കാരുണ്ട്. ഇത് രാജസ്ഥാനീസ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കേട്ടോ. രാജസ്ഥാനീസ് അല്ല, ഇവർ ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് കുറേ ചേച്ചിമാരൊക്കെ ഇവിടെ ഉണ്ട്. എന്നെ കണ്ടപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞോട്ടോ. ഇവിടുന്ന് താഴോട്ട് അവർ കിടക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പം നടന്നങ്ങ് പോവുകയാണ്, മുകളിലേക്ക് പോവുകയാണ്, ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോവാമെന്ന് വിചാരിച്ചു. ഇത് അവിടെയുള്ള ചെറിയ ചെറിയ മന്ദിരസാണിത്, മന്ദിരം ഒക്കെയാണ്. ക്യൂ കിടക്കുന്ന നീളം കണ്ടപ്പം തിരിച്ചു പോവാന്ന് പറഞ്ഞു. അവന്മാർ കയറിയിട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു 2-3 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോയേക്കാന്ന്. എനിക്ക് കാലൊട്ടും വയ്യാണ്ടിരിക്കുക. അത് ആ നേരെ കാണുന്നതാണ്, അങ്ങ് ഉള്ളിൽ കാണുന്നതാണ് ടെമ്പിള്, കാശി വിശ്വനാഥ ടെമ്പിള്. ആ ടെമ്പിളിൻ്റെ ഒരു ഗേറ്റാണ് ആ കാണുന്നത്. ഇവിടുന്ന് ഇത്രയും ക്യൂ ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഓരോരോ ഗേറ്റിൻ്റെ അവിടെയും എന്തോരം ക്യൂ നിന്നിട്ടായിരിക്കും അകത്ത് കയറിയിട്ട് പ്രാർത്ഥിക്കേണ്ടതല്ലേ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇല്ലായിരുന്നു ടെമ്പിൾ കേട്ടോ. ഇവിടെ ഫുള്ള് ക്യൂ ആണ്, അവിടെ തുടങ്ങിയ ക്യൂ ആണ്. ആ കാണുന്നതാണ് ടെമ്പിൾ, അതിൻ്റെ ഉള്ളില്. ഈ ക്യൂവും താണ്ടിയിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിട്ട്. ഞാന് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തോ കയറി പോകണം. ഞാൻ ഈ ഗേറ്റ് നമ്പർ 1 ഇവിടുത്തെ വീഡിയോ യെസ്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ഇത് 3 or 4 എത്രയാമത്തെ ഗേറ്റ് ആണെന്നല്ല. ഇത് ഗേറ്റ് നമ്പർ 1, ഇതാണ് മെയിൻ ഗേറ്റ്. ആ നേരെ കാണുന്നതാണ് കാശി ടെമ്പിൾ. സോ ഇവിടുന്ന് ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞ് വീഡിയോസ് എടുത്തു. ഇനി തിരിച്ചു പോതാ കണ്ടോ, അങ്ങൊരു ഗോപുരം പോലെ കണ്ടോ, അതാണ് കാശി ടെമ്പിള്. ഇതിനകത്ത് കയറാനാണ് 4 ഗേറ്റിൽ നിന്നും ആൾക്കാർ തിക്കും തിരക്കും കൂട്ടിയിട്ട് അകത്തോട്ട് കയറാൻ നോക്കുന്നത്. എന്തായാലും നമുക്ക് അത് കയറുന്നില്ല കേട്ടോ. ഈ ക്യൂവും താണ്ടിട്ട് കയറാൻ എൻ്റെ ഇപ്പത്തെ ഹെൽത്ത് ഓക്കെ അല്ല. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, ഞാൻ എവിടെയൊക്കെ കണ്ടതാ. അതുകൊണ്ട് നേപ്പാൾ ടെമ്പിള് ജസ്റ്റ് കണ്ടു, ഈ ടെമ്പിളും കണ്ടു. കാശി ടെമ്പിളിനകത്ത് കയറുന്നില്ല കേട്ടോ, കയറാനുള്ള അവധില്ല. ഞാനിപ്പോൾ റൂമിലേക്ക് പോവാട്ടോ, കാരണം എൻ്റെ കാലും കൊണ്ട് ഒട്ടും വയ്യ. അവരൊക്കെ എവിടെയൊക്കെയോ കാണാൻ പോയേക്കാണ്. ഞാൻ കാശി ടെമ്പിളിനകത്ത് കയറിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഹട്ട് വഴി കിടക്കാമെന്ന് വിചാരിച്ചു. ഈ സ്ഥലത്തൂടെ പോയിട്ടില്ല ഞാൻ. ഒന്നാമത് കാലിന് വയ്യ, അതിൻ്റെ കൂടെ ഓടണെങ്കിൽ. ഒന്നാമത് ഇവിടെയുള്ള ആൾക്കാർ കുളിക്കില്ല, അതിന്റെ സ്മെല്ലും ഒരുമാതിരി. ഇനി ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഒന്ന് നടക്കാൻ വേണ്ടി എന്തായാലും ഞാൻ എൻ്റെ കാലിന് എന്തെങ്കിലും ഒരു ബാമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തേച്ചിട്ട് ഞാൻ പോയിട്ട് കിടക്കാൻ പോവാണ്. ഇത്തിരിയേറെ റെസ്റ്റ് എടുക്കും. ഇന്നലെ റെസ്റ്റ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഓക്കെ ആവണില്ല റെസ്റ്റ് എടുത്തിട്ട്. ഇവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് ഇതാണല്ലോ, ഹട്ടുകളല്ലേ, ഐ മീൻ ചെറിയ ചെറിയ വഴികളല്ലേ, നല്ല രസമില്ല കാണാനൊക്കെ. പൂജാ സാധനങ്ങളും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൂടുതൽ. പക്ഷെ ഇഷ്ടം പോലെ സ്കൂട്ടറുകൾ പോകും, നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത സ്കൂട്ടറുകളും മനുഷ്യന്മാരും വിലങ്ങനെയൊക്കെ കൊണ്ടുവിടും. സൈഡ് വഴി ഒരുപാട് പേരൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കിനി വിശക്കണില്ല, ഞാൻ കഴിക്കണില്ല. വെള്ളം, ഒരു ബോട്ടിൽ വെള്ളം കൂടെ വാങ്ങിച്ചിട്ട് പോവാന്ന് വിചാരിക്കുന്നു.
സാരി ഷോപ്പ്. ഇവിടെ കരിക്കുണ്ട് കേട്ടോ. കരിക്കിന് എത്രയാണോ നോക്ക് കുടിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല തിരക്കാ. ഞാൻ റൂമിലേക്ക് പോവും, ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഉച്ചയായപ്പോഴത്തേക്ക് നല്ല തിരക്ക് കൂടാൻ തുടങ്ങി കേട്ടോ. ഈ മാർക്കറ്റ് രണ്ട് സൈഡും ഭയങ്കര ഭംഗിയാണ്. രാത്രിയാകുമ്പോഴത്തേക്ക് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും നമ്മുടെ എറണാകുളത്തെ മാർക്കറ്റ് അല്ലെങ്കിൽ ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റൊക്കെ പോലെയുള്ള ഒരു മാർക്കറ്റാണ്. എല്ലാം റേറ്റ് വേണമെങ്കിൽ വില പേശിയിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ എനിക്കതിനുള്ള സാവകാശം കിട്ടിയില്ല. ഇതൊരു ഗേറ്റ് ആണ് കേട്ടോ, നമ്മുടെ ടെമ്പിളിൻ്റെ. അതിൻ്റെ പുറകുവശത്തൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത്. ആദ്യമായിട്ടൊരു ബസ് കണ്ട്. ഇങ്ങനെ ഒരു പാത്ത് കണ്ടത്, ഭയങ്കര തിരക്ക് റോട്ടില്. ഇതിനുള്ളിൽ കൂടെ കയറി നടക്കാൻ വയ്യ. ഞാനിതപ്പോ റൂമിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ ഉണ്ടോ, ഇതെ അവിടെ ഇങ്ങോട്ട് വരും. ഇവിടെ മൊത്തവും ഞാൻ കാണുന്നത് ഇതുപോലെ മുസ്ലിംസിന്റെ ഒരു ഏരിയ ആണ് കേട്ടോ. എനിക്ക് അറിയത്തില്ല, മുസ്ലിംസ് ആണെന്ന് തോന്നി ഈ സ്ഥലത്ത് കുറച്ച് കൂടുതലുള്ളത്. കാർ ഇപ്പൊ കാറും കൊണ്ട് കയറ്റിയാണ് തന്നെ. ഇവിടെ ഇപ്പൊ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിച്ചു. നല്ല ചൂട്. പക്ഷെ എനിക്ക് ബിൽഡിങ്ങുകൾ ഭയങ്കര ഇഷ്ടാട്ടോ ഇവിടുത്തെ. ഏറ്റവും കൂടുതൽ സൈക്കിൾ റിക്ഷാസ് ആണ്. എനിക്ക് അവരെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക. എന്താണെന്നറിയോ, അവരാണെങ്കിൽ ഇങ്ങനെ വലിച്ചോണ്ട്, അവർക്ക് ചവിട്ടാൻ പറ്റില്ല. നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരായിരിക്കും, അപ്പോൾ അവർക്ക് ചവിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചിലവർ അവരെ വലിച്ചോണ്ടൊക്കെ പോകണമാണ്. എനിക്കിപ്പോൾ ഭയങ്കര വിഷമം വരും. ചേട്ടന്മാർ നോക്കുക തന്നെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കുറേ സൈക്കിൾ റിക്ഷാസ്. ഒരു എവിടെയാ നോക്കിയേ, ഒരു സൈക്കിളും ഓട്ടോറിക്ഷയുടെ ഫ്രണ്ട് ഭാഗവും. ഇതാണ് ആ സൈക്കിൾ റിക്ഷാസ് ഉണ്ടോ കേട്ടോ. ഭയങ്കര തിരക്കാണ്. റോട്ടിൽ നിറച്ച് ഇവരെ കൊണ്ട് മാത്രം നിറഞ്ഞേക്കുവാണ്. ഇത് കണ്ടോ, ആ ബൈക്കിന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണിച്ചേക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ ഇത്രയും തിരക്ക് കൂടാൻ കാരണം നാളെ ദിവാലി നടക്കുകയാണ്. അതിൻ്റെ തിരക്കാണ് റോഡിൽ മൊത്തം കാണുന്നത്. ഭയങ്കര. ഇനിയിപ്പോൾ നാളെ ഒന്നും ഇതിലേക്കിട്ട് നടക്കാൻ പറ്റില്ല, അതുപോലെ തിരക്കായിരിക്കും. ദിവാലി കാണേണ്ട ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സീസൺ ടൈമിൽ വരുന്നതും ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ എല്ലാത്തിനും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. ദിവാലി കാണാൻ വരുന്നവർ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ മുന്നേ കൂട്ടി ബുക്ക് ചെയ്യുക. റൂംസൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. പിന്നെ എടുത്തു പറയേണ്ടത്, നിങ്ങൾ ഇവിടുത്തെ റിക്ഷക്കാരുടെ കൂടത്തിൽ പോയിട്ട് റൂം ബുക്ക് ചെയ്യുകയാണെങ്കിൽ റിക്ഷക്കാരുടെ റേറ്റും കൂടെ കൂട്ടിയിട്ടായിരിക്കും കേട്ടോ അവർ നിങ്ങൾക്ക് റൂം തരത്തുള്ളൂ. ഇപ്പം 1000 രൂപയുടെ റൂമാണെങ്കിൽ
1400 1500 രൂപ വെച്ചിട്ടായിരിക്കും റൂമിൻ്റെ റേറ്റ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് റൂം എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. ഞാൻ കുറേ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് നല്ല ബ്ലോക്ക് കിട്ടി. മനുഷ്യന് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ ഏകദേശം നടന്ന് എൻ്റെ റൂമിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. റൂമിലേക്ക് പോവാണ്. ഇപ്പോൾ ഉച്ചയായി. ഉച്ച മീൻസ് വൈകുന്നേരമായി, ഒരു 3 മണിയൊക്കെ ആയി. ഞാൻ ഇനി പോയിട്ട് റെസ്റ്റ് എടുക്കാം. തിരിച്ചെത്തി കേട്ടോ. ഞാൻ താമസിക്കുന്നത് ശിവാലയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞിട്ട് അസീഘട്ട് എത്തും കേട്ടോ. അപ്പം ഞാൻ അസീഘട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഈ കാണുന്ന ബോർഡറാണ് അസീഘട്ട്. അസീഘട്ടിലേക്ക് ഇതിലെ സ്ട്രെയിറ്റ് പോകും. ഞാൻ അസീഘട്ട് പോകും. നമുക്ക് ഇതിലേക്കൂടെ ഈ ഹട്ട് വഴി ഈ ഗല്ലീസ് വഴിയും നമുക്ക് പോകാം. അപ്പം ഞാൻ കുറേ സമയം നടന്ന് ഇവിടെ എൻ്റെ റൂമിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ശരിക്കും വയ്യാണ്ടായിട്ട് തിരിച്ചു പോകുന്നത്. ഇനിയിപ്പോൾ പുറത്തൊന്നും ഇറങ്ങണില്ല, എനിക്ക് പോകാൻ ഒട്ടും ആവതില്ല, അതുകൊണ്ട് ഞാൻ പോണില്ല. അപ്പം ഞാൻ വിചാരിച്ച വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന്. ഇന്ന് അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. ഞാൻ നേപ്പാൾ ടെമ്പിളിൽ പോയതും പിന്നെ ഇന്നത്തെ തിരക്ക്, പിന്നെ മാർക്കറ്റ് സൈഡ്, അങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വയ്യാത്തോണ്ട് തിരിച്ചു പോകുന്നതാണ്. പിന്നെ എനിക്ക് ടെമ്പിൾസിൻ്റെ കാശി ടെമ്പിളിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. അതിനിപ്പം ഈ ഫെസ്റ്റിവൽ അല്ലാത്ത സമയത്ത് ഒരിക്കൽ വരണം, അന്നേരം കയറാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പം തിരിച്ചു പോവാം. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഈ വന്ന സമയത്ത് ഈ കാണുന്ന റോഡ് ഭയങ്കര മോശമായിട്ട് കിടക്കുകയായിരുന്നേ. ഇന്നലെ രാത്രി അടക്കം ഇവിടെ കുത്തിപ്പൊളിച്ച് ഭയങ്കര മോശമായിട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് നേരം വെളുത്തപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നേരം വെളുത്തപ്പോഴത്തേക്ക് റോഡ് കംപ്ലീറ്റ് ക്ലീന് ടാർ ചെയ്തിരിക്കണം ഒറ്റ ദിവസം കണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫെസ്റ്റിവൽ നടക്കുകയല്ലേ, അപ്പം പിന്നെ ഇവിടുത്തെ റൂൾ എന്തെങ്കിലും ആയിരിക്കും ക്ലീൻ ചെയ്യണം എന്നുള്ളത്. ദേ ഇവിടെയാണ് താമസിക്കുന്നത്. ഇതിപ്പോൾ ശിവാലയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ശിവാലയ ബെല്ലാപ്പൂർ വാരണാസി. റൂം എത്തിയിട്ടാ. മാ അന്നപൂർണ പി ഗസ്റ്റ് ഹൗസ്. നാളെ ചെക്കൗട്ട് ചെയ്യണം. വയ്യ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ വാരണാസി അസീഘട്ടിൻ്റെ അടുത്ത് ശിവാലയ എന്ന് പറയുന്ന സ്ഥലത്ത് ദേ മാ അന്നപൂർണ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, വലിയ ബഡ്ജറ്റൊന്നുമില്ല, കുറവായിട്ടുള്ള ഹോട്ടലിൽ സ്റ്റേ നിങ്ങൾക്ക് കിട്ടും. സോ ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നാളെയാണ് ശരിക്കും ഞാൻ വന്നിട്ടുള്ള ദേദിവാലി തുടങ്ങുന്നത്. നാളെയാണ് ദേദിവാലി. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകാൻ പോവാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ വന്ന് 2 ദിവസം ഭയങ്കര നടന്നിട്ടാണ് എൻ്റെ കാലും കൈയൊക്കെ ഇങ്ങനെ ആയിപ്പോയത്, ഒടിഞ്ഞു പോയത്. ഇന്നിപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുത്ത് നാളെ ഫ്രഷായിട്ട് ടെമ്പിൾ ഇവിടെ ചുമ്മാ നടന്ന് ഞാൻ നാളെ ചെക്കൗട്ട് ചെയ്യും. എൻ്റെ ട്രെയിൻ നാളെ രാത്രി 11 മണിക്കാണ്. അപ്പം ചെക്കൗട്ട് ചെയ്തിട്ട് ബാഗ് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നെ കറങ്ങാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.